പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട് ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി റൂട്ട് പറഞ്ഞിരുന്നത് നമ്മുടെ ദാനുട്ടനാണ്. എന്തായാലും ഈ ജോലി എന്നൊക്കെ വൃത്തിക്ക് ചെയ്യാൻ അവൻ അറിയാട്ടോ. കേട്ടില്ലേ? അങ്ങനെ വന്ന് ഹൈലൈറ്റ് മോളിന്റെ മുന്നിലെത്തിയപ്പോൾ നല്ലൊരു ബ്ലോക്ക് തന്നെ ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ സൺഡേസ് ടൗണിലോട്ട് ഇറങ്ങാറില്ല. ഈ ഒരു ബ്ലോക്ക് പ്രതീക്ഷിച്ച് തന്നെയാണ്. ഇന്നും നമ്മൾ പ്രതീക്ഷിച്ചതൊക്കെ തന്നെയാണ്. എന്തായാലും 5-10 മിനിറ്റ് നമ്മൾ ഈ ബ്ലോക്കിൽ കിടന്നു. അതിനുശേഷം ഹൈലൈറ്റ് മോളിന്റെ ഉള്ളിൽ കയറിയപ്പോൾ ഫുൾ ക്രിസ്മസ് ഡെക്കറേഷൻ ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലായിടത്തും ഡെക്കറേറ്റ് ചെയ്തത് കാണാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഫെസ്റ്റീവ് സീസണിൽ ഹൈലൈറ്റ് മോളിൽ വരുന്നത്. എന്തായാലും കുറച്ച് സമയം ഇത് കണ്ടു നടക്കാൻ തന്നെയുണ്ട്. പിന്നെ ഈ ഒരു എസ്കലേറ്ററിൽ കയറുന്നത് അത് നമ്മുടെ ദാനുട്ടന്റെ ഒരു ഫേവറേറ്റ് ഹോബിയാണ്. പിന്നെ നമുക്ക് വേണ്ട അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. എന്നാലും മോളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കടയും മിസ്സാക്കരുതല്ലോ. അങ്ങനെ എല്ലാ ഷോപ്സിലും നമ്മൾ ഇങ്ങനെ കയറി ഇറങ്ങുമ്പോഴാണ് ഒരു ഷോപ്പിന്റെ ഇനാഗുറേഷൻ നടക്കുന്നു പുതുതായി. ദുബായിൽ ഒരു പെർഫ്യൂം ഷോപ്പ് നടത്തുന്ന യൂസഫ് കെ ഇല്ലേ, അവരായിരുന്നു ഇനാഗുറേഷന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഐറ്റം ദാനുട്ടൻ എല്ലാ മോളിൽ വന്നാലും ഒരു ആചാരമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സംഭവമാണിത്. പൊതുവെ ആൾക്ക് വണ്ടികളോടാണ് കുറച്ച് കമ്പം കൂടുതൽ. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞപ്പോൾ നമ്മൾ എന്തായാലും അവൻ കയറട്ടെ എന്ന് വിചാരിച്ചു. 3 റൗണ്ടിന് 100 രൂപയായിരുന്നു കേട്ടോ അവർ ചാർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവന്റെ ഇരിപ്പും മട്ടും ഭാവമൊക്കെ കണ്ടെത്തൊന്നും അവനാണ് ഓടിക്കുന്നത്. സംഭവം റിമോട്ടിലാണ് പോകുന്നത്. അങ്ങനെ 3 റൗണ്ട് വിജയകരമായി പൂർത്തീകരിച്ച ശേഷം കാർ പാർക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെയും കുറച്ച് ചുറ്റിക്കറങ്ങി വന്നപ്പം ഒരു വൻ ജനക്കൂട്ടം. നോക്കിയപ്പോൾ ഹണി റോസിന്റെ പുതിയ മൂവിയുടെ ഒരു പ്രൊമോഷൻ ആയിരുന്നു കേട്ടോ. സിനിമേന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. നമ്മളും അങ്ങനെ ക്രിസ്മസ് ട്രീന്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് മോളിന്റെ പുറത്തേക്ക് ഇറങ്ങി.